ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കോവയ്ക്ക അരിഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് റൗണ്ടിൽ അരിഞ്ഞ് പിന്നെ ചെറിയതായിട്ട് തേങ്ങ പീസ് അരിഞ്ഞ് പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ കറിവേപ്പില പിന്നെ നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ നല്ലതായിട്ട് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ മൊരിച്ചെടുക്കുക ചെയ്യുന്നത്. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം തേങ്ങ കൊത്ത് ഉണ്ടല്ലോ, ഈ തേങ്ങ കൊത്ത് മൊരിച്ചെടുക്കാം. ഇത് മൊരിച്ച് കോരി കഴിഞ്ഞ് ഈ സവാള മൊരിച്ച് ഇതുപോലെ കോരിയെടുക്കണം. പിന്നെ നമ്മൾ ഈ കറിവേപ്പില ഇതുപോലെ വറുത്ത് കോരിയെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് കോവയ്ക്ക കുറച്ച് ഇട്ടിട്ട് വേണം നല്ലതുപോലെ മൊരിച്ചെടുക്കാൻ. അത് നമ്മളിത് കോവയ്ക്കായും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് പുരട്ടി വച്ചിട്ട് ഒരു അരമണിക്കൂറായി. ഇനി നമുക്ക് ഇത് കുറച്ചിട്ട് എണ്ണയ്ക്കകത്ത് മൊരിച്ചെടുക്കാം. നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മൊരിച്ചെടുക്കണം, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും കേട്ടോ. മൊരിച്ച് കോരി എടുത്തെങ്കിൽ മാത്രമേ നല്ലതായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുമാതിരി പഴം പോലെ ആയി പോകും. ഇതുപോലെ മൊരിച്ചെടുക്കണം. നമുക്ക് ഇത്രയും മുളക് പൊടി ഇതിനകത്ത് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം മൊരിഞ്ഞതിന് ശേഷം എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി തേങ്ങാക്കൊത്ത് കറിവേപ്പില എല്ലാം കൂടെ ഇളക്കി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാനുണ്ട്. ഒന്നും നല്ല ഉപ്പേരിയായിട്ട് കിട്ടും, ഒന്നും കുഴഞ്ഞു പോകത്തില്ല. ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, നല്ലതായിരിക്കും. കോവയ്ക്ക അല്ലെങ്കിൽ തന്നെ കോവയ്ക്ക ഇപ്പോൾ എല്ലാ പല അസുഖങ്ങൾക്കും നല്ലതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതിന് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.